ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് മാത്രമല്ല, നമുക്കൊരു ഈ ഡിന്നറിനും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ ബാക്കിയായിട്ട് ചോറൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബാക്കി വന്നിട്ടുള്ള 1.5 കപ്പോളമുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് മട്ട റൈസ് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പൊന്നിയരി, ബസ്മതി റൈസ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പോളമുള്ള ചോറ് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് ഞാൻ ഈ ചോറൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഈ നമ്മളിട്ടിരുന്ന ചോറ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിരുന്ന ചോറിന് ഇച്ചിരി ചോറ് വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഒത്തിരി വെന്ത് പോയിട്ടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എക്സ്ട്രാ നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനത് പിന്നീട് പറയാം. അപ്പോൾ ഞാനൊരു ബൗളിനകത്തോട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു കയ്യിൽ പിടിച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് കുറച്ചേ ചേർക്കാവൂ. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ചോറിനകത്ത്. അതുകൊണ്ടാണ് ഞാനൊരു 3 നുള്ളോളം വരുന്ന ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ട്, അതായത് ചപ്പാത്തി മാവിനൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് കുഴച്ച് വരുമ്പോഴാണ് അറിയുക എത്രത്തോളം അരിപ്പൊടി കൂടുതൽ വേണം എന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരിപ്പൊടി ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതൊന്നും കുഴപ്പമില്ല. കാരണം നമ്മളിത് ഇനി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആവിയിലല്ല കേട്ടോ വേവിക്കുന്നത്. ഞാനത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാനത് ആവശ്യത്തിനുള്ള അരിപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നമുക്കിതൊന്ന് ഒരു മാവ് നല്ല നമുക്ക് കയ്യിൽ പിടിച്ച് ഉരുട്ടാൻ പറ്റുന്ന ഒരു പരുവത്തനാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കയ്യിൽ അല്പം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒന്ന് നമ്മൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി, ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ല ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഇതിന് ചോറാണ്, നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആവും. ഇനി നമ്മളിത് ഒന്നും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും. നല്ല ഹൽവയുടെ ഹൽവയുടെ അത്രയും സോഫ്റ്റ്നെസ് ഇതിന് കാണും. അപ്പോൾ ഞാനിത് ഇതുപോലെ തന്നെ നല്ല ഉരുളകളാക്കി ഒന്ന് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഉരുളകളാക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഞാനിന്നൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ കയ്യിലൊക്കെ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലോലിപോപ്പൊക്കെ ആയിട്ടാണ്. സാധാരണ ലോലിപോപ്പാണ് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇന്നതൊരു റൈസ് പോപ്പാക്കിയാണ് മാറ്റിയെടുക്കുന്നത്. അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു ചട്നിയിലൊക്കെ മുക്കി കഴിക്കാം. അല്ലെങ്കിൽ കെച്ചപ്പ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിനകത്ത് മുക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഈ മാവൊക്കെ കൂടി ഇതുപോലെ ഒന്ന് റോളുകളാക്കിയിട്ട് വരാം. ഞാനപ്പോൾ എല്ലാം ഇതുപോലെ റോളുകളാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുന്ന സൈസിനനുസരിച്ചാണ് നമുക്ക് എണ്ണത്തിൽ കൂടുതൽ കിട്ടുക. അപ്പോൾ ഞാനിത് അല്പം വലിയ സൈസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കുക, നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ 2 കപ്പോളമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ബോളുകളൊക്കെ ഒന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആദ്യം ഞാൻ 1 ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണ, അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചോറിൻ്റെ ഈ ഒരു ബോളുകളും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സൂത്രമുണ്ട്. അതായത് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ മേലോട്ട്, അതായത് ഇപ്പോൾ ഇത് താഴെ ഇങ്ങനെ പാത്രത്തിൽ മുട്ടിക്കെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് വെന്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ബോളുകളൊക്കെ ഈ വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അതായത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ബോളുകളൊക്കെ ഇങ്ങനെ പതുക്കെ മേലോട്ടൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതാ ഇതുപോലെ ഒന്ന് കോരി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ശരിക്കും ഇതൊരു നമ്മൾ ചോറൊക്കെ ഊറ്റി വയ്ക്കുന്ന ഒരു അരിപ്പയിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കായിരിക്കും നല്ലത്. കാരണം ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഒരു റാക്കാണ്, ഒരു വയർ റാക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലെയാണ്, ഇതിലോട്ടാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഞാൻ വെള്ളം വാലാനായിട്ട് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഒരു റാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. ഇതാ നോക്കിക്കുന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട്, ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്നാക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ തന്നെ കഴിക്കാം. പക്ഷേ നമ്മളിന്ന് കുറച്ചും കൂടെ ഒരു മസാല ഇതിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1/4 ടീസ്പൂണോളമുള്ള കടുക്, അതുപോലെ 1/4 ടീസ്പൂണോളമുള്ള ഉഴുന്ന് നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ഉഴുന്ന് തന്നെയാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 2 നുള്ളോളമുള്ള കായപ്പൊടി. ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. ഒപ്പം പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കുക. പക്ഷെ ഞാനിന്ന് ഇവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഇത് കുഞ്ഞുങ്ങൾക്കും കൂടെ ഈ മുളക് കഴിക്കാൻ പാകത്തിനാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്ര എരിവ്, വളരെ കുറച്ച് എരിവ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഇതാ നിങ്ങൾക്കിനി ഈ ഒരു സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം, മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ജീരകം ഇഷ്ടമുള്ള, ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 1/4 ടീസ്പൂണോളമുള്ള ജീരകവും നമുക്ക് കടുക് പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മസാല. പിന്നെ ഞാനിവിടെ കുറച്ചും കൂടെ എന്താ പറയുക, കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇച്ചിരി കൂടെ ഇഷ്ടം വരാൻ വേണ്ടിയിട്ട് അല്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു റൈസ് ബോളുകളും കൂടെ ഇതിനകത്തിട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതാ ഞാനൊരു 1/4 കപ്പോളം ഉള്ള തേങ്ങ ചെരുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല, ഇതൊക്കെ ഓപ്ഷണലാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ഇവിടെ ഈ ഒരു പച്ചമുളകിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും അരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഹെൽത്തിയാണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല കളർഫുള്ളും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടണം കേട്ടോ. എന്നിട്ട് ഞാനിതൊരു സൂത്രപ്പണി കാണിക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് പറയാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്കറാണ് എടുത്തിരിക്കുന്നത്. ഒന്നല്ല, നമ്മൾ എത്ര ബോൾ എടുത്തിട്ടുണ്ടോ അത്രയും ടൂത്ത് പിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു പച്ചമുളക്, ഇതുപോലെ ഒരു പച്ചമുളകും, ഇനിയിപ്പോൾ കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് പോപ്പ്, അതായത് ലോലിപോപ്പ് എന്ന് പറയുന്ന പോലെ റൈസ് പോപ്പ് ഇവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടാനൊക്കെ ആണെന്നുണ്ടെങ്കിലും സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ ഇതിനകത്ത് ചോറ് ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഓരോ ടൂത്ത് പിക്കറിൽ ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസ് പോപ്പ് ഇവിടെ റെഡിയാണ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ക്യാരറ്റിൻ്റെ ചട്നിയാണ്. അപ്പോൾ അത് ഇച്ചിരി കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ക്യാരറ്റ് ചട്നി ഉണ്ടാക്കുന്നതും കൂടെ എന്നുള്ളത് ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പോളം ഉള്ള സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കുഞ്ഞുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സവോള ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ സവോള ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും വലുപ്പമുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ചാണ്. നമ്മൾ ഓൾറെഡി ഉണക്കമുളക് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്പം കൂടെ കറിവേപ്പില ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് വഴറ്റേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി.
അപ്പോൾ ഇതാ ഇവിടെ അത്യാവശ്യമൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 2 ക്യാരറ്റ് ഇതുപോലെ ചെറുതായി മുറിച്ച് ഒന്ന് പുഴുങ്ങിയെടുത്തത് അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഇത്രയും വലുപ്പമുള്ള ഒരു കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേവിച്ച ഈ ക്യാരറ്റും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പും ഒന്നും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, ചേർക്കാൻ മറന്നതല്ല, അതൊക്കെ പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ ജാറാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ എല്ലാം ഒരുപോലെ ഒന്ന് അരഞ്ഞു വരും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഈ വഴറ്റിയൊക്കെ ചൂടാറിയിട്ടുള്ള ഈ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കണം. നമുക്കറിയാം ചട്നി ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ തേങ്ങ ഇതിന് മസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിവിടെ 1/2 കപ്പോളം ഉള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ എടുക്കാം. തേങ്ങയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പുളിയാണ് കേട്ടോ. നമ്മളിതുവരെ പുളിയൊന്നും ചേർത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കുഞ്ഞൊരു കഷ്ണമുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുളി നേരിട്ട് തന്നെയാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അല്പം കൂടെ കറിവേപ്പിലും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരണം. പിന്നെ വെള്ളം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള വെള്ളമാണ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് ചേർക്കാമെന്ന് ഓർത്തു, പക്ഷെ പിന്നീട് ചേർക്കേണ്ട വന്നില്ല കേട്ടോ. അത് കറക്റ്റായിരുന്നു. കാരണം ക്യാരറ്റിനകത്ത് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. ചെറുതായിട്ടൊരു എന്താ പറയുക, വെള്ളം അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ചട്നി അല്ലെങ്കിൽ ഈ ഒരു ക്യാരറ്റ് ഇതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ക്യാരറ്റിൻ്റെ ചട്നിയാണ്. നമുക്കിനി ഇതൊന്ന് താളിച്ച് എടുക്കണം. അതിനായിട്ട് ഞാൻ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള അതേ പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിക്കാം. നോക്കിക്കേ, നല്ല എന്താ പറയുക, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റ് ചട്നിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതാ ഞാൻ പാത്രം അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കേണ്ട കാര്യമുണ്ട്, കാരണം ഇതിനകത്ത് നമുക്ക് താളിക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ടീസ്പൂണോളം ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കടുകും അതുപോലെ ഉഴുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പൊട്ടിച്ചു കൊടുക്കാം. പക്ഷെ നമ്മൾ മുന്നേ തന്നെ ഉഴുന്ന് പൊട്ടിച്ചതുകൊണ്ട് ഞാൻ ഉഴുന്ന് പൊട്ടിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലും മാത്രമേ ഞാൻ ഒന്ന് പൊട്ടിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഒരു ക്യാരറ്റിൻ്റെ മേലെ ഒന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് ചട്നി ഇവിടെ റെഡിയാണ്. നമ്മുടെ ഈ റൈസ് പോപ്പിൻ്റെ കൂടെ ഈ ക്യാരറ്റ് ചട്നി സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. നമ്മളിതിനകത്ത് എണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല ക്യാരറ്റ്, ചോറ് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.